നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം അങ്ങനെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. വെൽക്കം ടു ദ ഫാമിലി. ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു. അവൾ ആരോ കടത്തിക്കൊണ്ടു പോയതാണ്. പക്ഷെ ആരാണെന്നോ എങ്ങനെയാണെന്നുള്ള യാതൊരുവിധ തെളിവുകളും ഇല്ല. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥയായ നമ്മുടെ നായിക. പക്ഷെ പിന്നീട് നായികയും കാണാതാവുന്നു. ഈ രണ്ട് കേസുകൾ അന്വേഷിക്കുന്ന നായകനും യാതൊരുവിധ തെളിവുകളും കിട്ടുന്നില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ നായകൻ. നമുക്ക് നായകന്റെ ഒപ്പം അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഒരുപാട് ത്രില്ലിംഗ് സീനുകളിലൂടെ കടന്നു പോകുന്ന ക്രൈം ത്രില്ലർ സിനിമ HIT ദ ഫസ്റ്റ് കേസ്. രചന, സംവിധാനം ശൈലേഷ് കോലാനി. അപ്പോ ആരംഭിക്കലാങ്കളാ. സിനിമ തുടങ്ങുന്നത് നമ്മുടെ കഥയിലെ നായകൻ വിക്രം ഓടി വരുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടെ റോഡ് സൈഡിൽ ആരോ ഒരാൾ ഒരു മീൻ ഗ്രില്ല് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതും നമ്മുടെ കഥയായിട്ട് യാതൊരു ബന്ധവുമില്ല, ചുമ്മാ ഒരു ഷോട്ട്. അങ്ങനെ വിക്രം ആളൊഴിഞ്ഞൊരു ഗോഡൌണിലേക്ക് ഓടിച്ചെല്ലുന്നു. അപ്പോൾ അവിടെ വിക്രം എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. വിക്രം കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. അതിന്റെ വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ അപ്പുറത്ത് നിന്നാണ് ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. പക്ഷെ അവളെ നമുക്കിപ്പോൾ കാണിച്ചു തരുന്നില്ല. അപ്പൊ വിക്രം അവിടെയുള്ള ആരോടോ എടാ അവള് പാവമാടാ, വിട്ടേക്കടാ, അവളൊന്നും ചെയ്യരുതെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്തോ ഒഴിക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുന്നു. പിന്നാലെ ഒരു തീപ്പെട്ടി ഒഴിക്കുന്ന ശബ്ദവും. അപ്പോൾ വിക്രമിന്റെ കണ്ണിൽ ഒരു തീഗോളവും കൂടാതെ ആ പെൺകുട്ടിയുടെ അലർച്ചയും കേൾക്കുന്നു. പെട്ടെന്ന് വിക്രം ഞെട്ടി കണ്ണു തുറക്കുന്നു. അതെല്ലാം ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. അവനപ്പോൾ ഒരു ഡോക്ടറുടെ മുമ്പിൽ കിടക്കുകയായിരുന്നു. ഡോക്ടർ രൂപ സൈക്യാട്രിസ്റ്റ് ആണ്, വിക്രമിന്റെ സുഹൃത്തുമാണ്. എഴുന്നേറ്റിരുന്ന വിക്രമിന് ഡോക്ടർ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. അവൻ കുടിച്ചു കഴിഞ്ഞതും നീ നിന്റെ ജോലി രാജിവെക്കണമെന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ അവനത് സമ്മതിക്കാതെ എനിക്ക് എന്തെങ്കിലും മരുന്ന് തന്നാൽ മതി, ജോലി ഒന്നും രാജിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അവന് വായിൽ കൊള്ളില്ലാത്ത എന്തോ ഒരു അസുഖമാണെന്ന് ഡോക്ടർ പറയുന്നു. അതായത് അവനെന്തോ ട്രോമയിലാണ്. വിക്രം ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ കേസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അവന്റെ കഴിഞ്ഞ കാലത്തെ ഓർമ്മിപ്പിക്കുന്നു. ആ ഓർമ്മയാണ് സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് ഫ്ലാഷ് ബാക്കിൽ കാണിച്ചു തന്നത്. അത് അവനെ ട്രിഗർ ചെയ്യുന്നു. അതിപ്പോൾ വിക്രമിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുമൂലം അവന് പാനിക് അറ്റാക്ക് വരെ ഉണ്ടാവും. അതുകൊണ്ടാണ് ജോലി രാജിവെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അത് സമ്മതിക്കാത്ത വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, മറ്റൊരാൾ അറിയരുത് എന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ടൈറ്റിൽ കാർഡെല്ലാം എഴുതി കാണിച്ചതിന് ശേഷം നമ്മുടെ നായകൻ 3 റോസാപ്പൂക്കളുമായി 3 കല്ലറയുടെ അടുത്ത് നിന്ന് അതിന് മുകളിൽ ആ പൂക്കളെല്ലാം വിൽക്കുന്നു. അത് ആരുടെ കല്ലറകളാണെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നില്ല. അവിടെ നിന്നും അവൻ നേരെ ചെല്ലുന്നത് കുറെ മരങ്ങളെല്ലാം ഉള്ള ഒരു ചെറിയ കാട്ടുപ്രദേശത്തിലേക്കാണ്. കൂടെ കൂട്ടുകാരനും സഹപ്രവർത്തകനുമായ രോഹിത്തും ഉണ്ട്. അവിടെ കുറച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഒരാൾ പുല്ല് വെട്ടണ യന്ത്രം കൊണ്ട് അവിടെയുള്ള പുല്ലും വെട്ടുന്നുണ്ട്. അവിടെ എവിടെയോ ഒരു ശവം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഇൻഫർമേഷൻ പോലീസിന് കിട്ടി. അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും. പക്ഷെ 6 മണിക്കൂർ തിരഞ്ഞിട്ടും അവർക്ക് ഇതുവരെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിക്രം അവിടെ ചെന്ന് ഒന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്നും 2-3 ചെടികൾ പറിച്ചെടുത്ത് അത് ആ പോലീസുകാരുടെ നേരെ നീട്ടിയിട്ട് ഇത് കളയാണ്, ഈ 3 തരത്തിലുള്ള കളകളും ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം കാണുകയാണെങ്കിൽ എന്നോട് പറയാൻ പറയുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ വിക്രം പറഞ്ഞതുപോലെ തന്നെ ആ 3 തരത്തിലുള്ള കളകളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം പോലീസുകാർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അവിടെ കുഴിക്കാനായിട്ട് വിക്രം പറയുന്നുണ്ട്. അവർ അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ അതേ സ്ഥലത്തായിരുന്നു ആ ശവം ഉണ്ടായിരുന്നത്. കുഴിച്ചെടുക്കുന്നതിനിടയിൽ അത് നോക്കിയെന്ന വിക്രത്തിന് വീണ്ടും നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ ഓർമ്മകൾ വരുന്നു. ഇതാണ് ആ ഡോക്ടർ പറഞ്ഞ പ്രശ്നം. വിക്രം പോലീസുകാരനായതുകൊണ്ട് ഇതുപോലുള്ള പല സിറ്റുവേഷനും അവന് നേരിടേണ്ടി വരും. പക്ഷെ അവന്റെ ഉള്ളിൽ ആ ഓർമ്മകളുടെ ട്രോമ ഉള്ളതുകൊണ്ട് അവനത് നേരിടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ജോലിയിൽ നിന്നും രാജിവെക്കാൻ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ആ ശവം ആംബുലൻസ് കയറ്റിക്കൊണ്ടുപോകുന്നു. വിക്രം രോഹിത്തിനൊപ്പം അവിടെ നിന്നും പോകുന്നു. പോകുന്ന വഴിക്ക് രോഹിത് വിക്രമിനോട് എങ്ങനെയാണ് നീ ആ ബോഡി കിടന്ന സ്ഥലം മനസ്സിലാക്കിയതെന്ന് ചോദിച്ചപ്പോൾ ഈ കളകൾ മണ്ണിനടിയിൽ പോയിസൺ പോലെയുള്ള ചില ബയോകെമിക്കലുകൾ ഉണ്ടാക്കും. അത് മറ്റു ചെടികളെ വളരാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ വീടിന്റെ പരിസരത്തൊക്കെ നിൽക്കുന്ന കളകൾ പറിച്ചു കളയുന്നത്. അങ്ങനെയുള്ള കളകൾ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് ഇളക്കി കഴിഞ്ഞാൽ ആ കളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ബയോകെമിക്കലുകൾ ഡിസ്റ്റർബായി പിന്നീട് എല്ലാ കളകളും അവിടെ ഒരുമിച്ച് വളരാൻ തുടങ്ങും. ആ ശവം കുഴിച്ചിട്ടപ്പോൾ ആ ഭാഗത്ത് മണ്ണിളകി അവിടെ പിന്നീട് എല്ലാ കളകളും ഒരുമിച്ച് വളരാൻ തുടങ്ങി. അങ്ങനെയാണ് വിക്രം സ്ഥലം മനസ്സിലാക്കിയത്. ഇപ്പോൾ നമ്മുടെ നായനെ കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. ആള് ഭയങ്കര ബ്രില്യന്റ് ആണ്. അവിടെ നിന്നും അവർ നേരെ പോകുന്നത് മറ്റൊരു ക്രൈം സ്പോട്ടിലേക്കാണ്. ഒരു ഫ്ലാറ്റ്. അവിടെ ഒരു മരണം നടന്നിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് DGP വിശ്വസർ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. അഭിലാഷ് അവിടെയുണ്ട്, ഞാൻ അവനോട് പറഞ്ഞോളാം, വേറെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലൊന്നും ഉണ്ടാക്കരുതെന്ന്. അവിടെ ഇൻസ്പെക്ടർ അഭിലാഷ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിക്രം അങ്ങോട്ട് ചെന്നപ്പോൾ നിനക്കെന്താണ് ഇവിടെ കാര്യമെന്ന് അഭിലാഷ് ചോദിച്ചപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ രോഹിത് അവനോട് വിശ്വസർ ഈ ക്രൈം സീൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹമാണല്ലോ അവരുടെ എല്ലാവരും സുപ്പീരിയർ. അങ്ങനെ വിക്രം ആ ഫ്ലാറ്റിനകത്തേക്ക് ചെന്ന് അവിടെ എല്ലാം പരിശോധിക്കുന്നു. അതുകൊണ്ട് അഭിലാഷ് അവനും അവന്റെ ഒരു ഉണക്കത്താടി എന്ന് കോൺസ്റ്റബിളിനോട് പുച്ഛത്തിൽ പറയുന്നുണ്ട്. അഭിലാഷും വിക്രമും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് തോന്നുന്നു. വിക്രം അവിടെ എല്ലാം പരിശോധിച്ചതിന് ശേഷം അഭിലാഷിന്റെ അടുത്ത് വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അഭിലാഷ് താല്പര്യമില്ലാതെ നീ കൂടുതൽ ഷോ ഒന്നും കാണിക്കണ്ട, ഇതൊരു ആത്മഹത്യയാണെന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നീ ഉറപ്പിച്ചതെന്ന് വിക്രം ചോദിച്ചപ്പോൾ അഭിലാഷ് ആ മരിച്ച ആളുടെ ഫോൺ എടുത്തിട്ട് അതിൽ അയാൾ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അതിൽ
എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ സ്വയം വെടിവെച്ച് മരിക്കുന്ന വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. വിക്രം ആ ഫോൺ മേടിച്ച് പരിശോധിച്ചിട്ട്, അഭിലാഷ് നീ ഇത്രയ്ക്ക് മണ്ടനാണോ? അയാൾ ആത്മഹത്യ ചെയ്തുവെങ്കിൽ വെടിവെച്ച് മരിച്ചതിന് ശേഷം ആരാണ് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത്? ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്ന ഒരു സോഫ്റ്റ്വെയറും അയാളുടെ ഫോണിലില്ല എന്നും വിക്രം പറയുന്നു. പിന്നെ നീ ആ ഫോൺ എടുത്ത് എനിക്ക് തന്നത് ഗ്ലൗസ് ഇടാതെയാണ്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുറിയിൽ ഒരു സ്മെൽ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ച് അവൻ ചെറിയൊരു കൽക്കണ്ടം പോലെയുള്ള എന്തോ ഒരു സാധനം എടുത്ത് കാണിച്ചിട്ട്, ഇതാണ് ഇങ്ക് വാർണിഷ്. മഷി ഉണ്ടാക്കുന്ന കമ്പനിക്കാരും പെയിന്റ് പണിക്കാരും അതുപോലെ മരപ്പണിക്കാരും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ വീടിന്റെ വാതിലുകളോ ജനലുകളോ ഒന്നും തകർത്തിട്ടില്ല. അപ്പോൾ മരണപ്പെട്ട ആൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് അകത്തേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഡോർ തുറക്കാതെ പുറത്തു പോയത് ജനൽ വഴിയാണ്. അവിടെ പുറത്ത് ഭിത്തിയിൽ അതിന്റെ അടയാളമുണ്ട്. അങ്ങനെ ജനൽ വഴി ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ ഷൂവിൽ നിന്നും ഈ ഒരു ചെറിയ പീസ് ഇങ്ക് വാർണിഷ് ഇവിടെ താഴെ വീണത്. അപ്പോൾ രക്ഷപ്പെട്ട ആ ആൾ മരിച്ചു കിടക്കുന്ന ആൾക്ക് പരിചയമുള്ള ഏതോ മരപ്പണിക്കാരനോ പെയിന്റ് പണിക്കാരനോ അല്ലെങ്കിൽ മഷി ഉണ്ടാക്കുന്ന കമ്പനിയിലെ ജോലിക്കാരനോ ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളിൽ നിന്നും നിന്റെ അന്വേഷണം തുടങ്ങുക. ഈ മരണം അയാൾ ഇയാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ച സൂയിസൈഡ് ആണ് എന്ന് അഭിലാഷിനോട് പറഞ്ഞിട്ട് വിക്രം പോകുന്നു. വീണ്ടും ബ്രില്യൻസ്. അവിടെ നിന്ന് അവർ പോകുന്നത് നമ്മുടെ നായികയായ നേഹയുടെ അടുത്തേക്കാണ്. അവളൊരു ഫോറൻസിക് ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ നേഹ എനിക്ക് കുറച്ചുകൂടെ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുഴപ്പമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, നീ തീർത്തിട്ട് വന്നാൽ മതിയെന്ന് വിക്രം പറയുന്നു. നേഹ രോഹിത്തിനോട് ഹായ് പറഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് പോകുന്നു. വിക്രം രോഹിത്തിനോട് സ്വപ്നയ്ക്ക് എങ്ങനെയുണ്ട്, സുഖമല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോറൻസിക്കിലെ മറ്റൊരു ഉദ്യോഗസ്ഥനായ ഷിൻഡെ വന്ന് വിക്രമിന് കൈ കൊടുത്ത് സംസാരിക്കുന്നു. ഈ സ്വപ്ന രോഹിത്തിന്റെ ഭാര്യയാണ്. അപ്പോഴേക്കും നേഹ അങ്ങോട്ട് വരുന്നു. ഷിൻഡെ വീണ്ടും ഓഫീസിലേക്ക് പോകുന്നു. രോഹിത്തും അവരോട് യാത്ര പറഞ്ഞു പോകുന്നു. വിക്രമും നേഹയും ഒരു റെസ്റ്റോറന്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അസുഖത്തെക്കുറിച്ചാണ് അവൾ ടെൻഷനായി സംസാരിക്കുന്നത്. ആ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ രൂപ ഇവരുടെ എല്ലാവരുടെയും സുഹൃത്താണ്. അങ്ങനെയാണ് നേഹയും ഇത് അറിഞ്ഞത്. കുറച്ചുനാൾ ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കാൻ നേഹയും പറയുന്നുണ്ടെങ്കിലും വിക്രം അത് സമ്മതിക്കാതെ നേഹയോട് പിണങ്ങി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം വിക്രം അവന്റെ ഓഫീസിലേക്ക് എത്തുന്നു. അവൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് HIT അഥവാ ഹോമിസൈഡ് ഇന്റർവെൻഷൻ ടീം. അവിടെ സിനിമയുടെ ടൈറ്റിൽ. വിക്രം വിശ്വനാഥൻ എന്ന വിശ്വസാറിന് മുമ്പിൽ ഇരിക്കുകയാണ്. ഒപ്പം രോഹിത്തും ഉണ്ട്. വിക്രം 6 മാസത്തെ ലീവിന് അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ വിശ്വസാർ ഫോണിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് നിനക്ക് ഞാൻ ലീവ് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞ് വിക്രം പുറത്തേക്ക് പോകുന്നു. പുറകെ രോഹിത്തും. അവിടെ നിന്നും കാണിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അവൾ വീട്ടിൽ നിന്നും അമ്മ കാണാതെ അച്ഛനൊരു ഹഗ് കൊടുത്തിട്ട് അവളുടെ കാർ എടുത്ത് പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഒരു ടോൾ ബൂത്ത് എല്ലാം കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് അവളുടെ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നു പോയ കാര്യം അവൾ അറിയുന്നത്. അതുകൊണ്ട് അവൾ വീണ്ടും വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വിടുന്നു. അതേ ടോൾ ബൂത്ത് തിരിച്ചു കടന്ന് വീണ്ടും പോകുന്ന വഴിക്ക് അവളുടെ കാർ ബ്രേക്ക് ഡൗൺ ആവുന്നു. അങ്ങനെ കാറിന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്ന് നിർത്തിയിട്ട് അതിൽ നിന്നും ഇൻസ്പെക്ടർ ഇറങ്ങി വന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ കാര്യം അവൾ പറയുന്നു. എങ്കിൽ എന്റെ വണ്ടിയിൽ കയറി ഞാൻ കൊണ്ടാക്കുന്ന ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ പോലീസ് വണ്ടിയിൽ വേണ്ട സർ എന്ന് അവൾ പറയുന്നു. അപ്പോൾ ആരെങ്കിലും വിളിച്ചു വന്ന് ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ അവൾ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നുപോയി, അതിനുവേണ്ടി തിരിച്ചു പോവുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും അവളുടെ അച്ഛനെ വിളിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവൾ അച്ഛനോട് കാര്യം പറയുന്നു. അതിനുശേഷം ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളില്ലേ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇൻസ്പെക്ടർ പോകുന്നു. ആ ഇൻസ്പെക്ടർ ഒരു ഫയലുമായി വേറൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയതായിരുന്നു. പക്ഷെ അദ്ദേഹം കൊണ്ടുപോയ ഫയൽ മാറിപ്പോയി. അപ്പോൾ ശരിയായ ഫയൽ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് ആ പെൺകുട്ടിയുടെ ബ്രേക്ക് ഡൗൺ ആയ കാർ കിടന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ മറ്റൊരു നീല കാർ നിൽക്കുന്നുണ്ട്. അതിലേക്ക് നോക്കി ആ പെൺകുട്ടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അദ്ദേഹം കാണുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ സ്റ്റേഷനിലെത്തി ഫയൽ മാറി എടുത്തു കൊടുത്തതിന് കോൺസ്റ്റബിളിനെ 2 ചീത്ത പറഞ്ഞ് ശരിയായ ഫയൽ എടുത്ത് വീണ്ടും തിരിച്ചു പോകുന്നു. പോകുന്ന വഴിക്ക് വീണ്ടും ആ പെൺകുട്ടിയുടെ കാർ കിടന്ന സ്ഥലത്തെത്തുമ്പോൾ ആ കാർ അപ്പോഴും അവിടെ തന്നെയുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛൻ കാറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഇൻസ്പെക്ടർ ജീപ്പ് നിർത്തി ഇറങ്ങി വന്ന് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ എന്റെ മകൾ കുറച്ചു നേരം മുമ്പ് ഇവിടെ ഒന്ന് വിളിച്ചിരുന്നു, ഇപ്പോൾ കാണാനില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ ആ കുട്ടി എന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ കുറച്ചു മുമ്പ് എതിർവശത്തു കൂടി പോയപ്പോൾ ആ കുട്ടി ഒരു നീല കാറിനുള്ളിലേക്ക് നോക്കി ആരോടോ സംസാരിക്കുന്നത് കണ്ടായിരുന്നു. ഞാനത് നിങ്ങളായിരിക്കും എന്നാണ് വിചാരിച്ചതെന്ന് പറയുന്നു. എന്നിട്ട് ഇൻസ്പെക്ടർ അച്ഛനെ സമാധാനിപ്പിച്ച് കുഴപ്പമില്ല, അവൾ ഏതെങ്കിലും കൂട്ടുകാരോടൊപ്പം പോയതായിരിക്കും, വൈകുന്നേരത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞാൻ SI ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. പിറ്റേ ദിവസം ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സ്റ്റേഷനിലേക്ക് എത്തി. അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവൾ അവസാനമായിട്ട് നിങ്ങളോടാണ് സംസാരിച്ചത്, എന്റെ മകൾ എവിടെയെന്ന് ചോദിച്ച് അച്ഛൻ ഇൻസ്പെക്ടർ ഇബ്രാഹിമിനോട് ചൂടാവുന്നു. അത് കേട്ട് ഇബ്രാഹിം കലിപ്പായി മര്യാദയ്ക്ക് നിങ്ങളുടെ മകളുടെ അടുത്ത് ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവളാണ് പോലീസ് ജീപ്പിൽ കയറില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചിട്ട് അവിടെ തന്നെ നിന്നത്. എന്തായാലും നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുക, ഞാൻ അന്വേഷിക്കാം എന്ന് പറയുന്നു. പിന്നീട് ഇബ്രാഹിം അവളുടെ കാറിനടുത്ത് പോയി പരിശോധിച്ചതിന് ശേഷം നേരെ ആ ടോൾ ബൂത്തിലെത്തി അവിടുത്തെ CCTV ക്യാമറ പരിശോധിക്കുന്നു. പക്ഷെ അവിടുത്തെ ക്യാമറയിൽ എങ്ങും ഇൻസ്പെക്ടർ കണ്ടതുപോലെയുള്ള നീല കളർ കാർ പാസ് ചെയ്ത് പോകുന്നത് കാണുന്നില്ല. അപ്പോൾ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഇബ്രാഹിം പറയുന്നുണ്ട്. കാരണം ഒരു നീലക്കാറിൽ കുനിഞ്ഞു നിന്ന് ആ പെൺകുട്ടി ആരോടോ സംസാരിക്കുന്ന അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. പക്ഷെ ആ കാർ ഇപ്പോൾ എവിടെ പോയെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും പരിശോധന എല്ലാം
എല്ലാം കഴിഞ്ഞ് തിരിച്ച് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വിശ്വസാർ ഇരിക്കുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛന് വിശ്വസാറിന് പരിചയമുണ്ട്. അങ്ങനെ അയാൾ വിളിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. അയാൾ ഇബ്രാഹിമിന് ശരിക്കും ഒരു പണി കൊടുത്തായിരുന്നു. പരാതിക്കാരോട് മോശമായി പെരുമാറി എന്ന പേരിൽ വിശ്വസാർ ഇബ്രാഹിമിനെ സസ്പെൻഡ് ചെയ്യുന്നു. ആ പെൺകുട്ടി അവസാനമായിട്ട് കണ്ടത് ഇബ്രാഹിം ആയതുകൊണ്ട് എൻക്വയറിക്ക് വിളിച്ചാൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് വിശ്വസാർ അയാളെ പറഞ്ഞു വിടുന്നത്. പക്ഷേ ഇബ്രാഹിം ശരിക്കും സത്യസന്ധമായി തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത് ആ പെൺകുട്ടിയുടെ അച്ഛൻ മനസ്സിലാക്കിയില്ല. എന്തായാലും ഇബ്രാഹിമിന്റെ പണി പോകുന്നു. അവിടുന്ന് 2 മാസങ്ങൾക്ക് ശേഷം വിക്രം അപ്പോഴും ലീവിലാണ്. ഒരു ദിവസം അവന് ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഷിൻഡയുടെ കോൾ വരുന്നു. 2 ദിവസമായിട്ട് നേഹയെ കാണാനില്ല എന്ന് പറഞ്ഞായിരുന്നു അയാൾ വിളിച്ചത്. ടെൻഷനായി വിക്രം നേരെ വിശ്വസാറിന്റെ അടുത്തെത്തി ആ കേസ് അവനെ ഏൽപ്പിക്കാൻ പറയുന്നു. പക്ഷെ വിശ്വസാർ അത് ഓൾറെഡി അഭിലാഷിനെ ഏൽപ്പിച്ചിരുന്നു. കാരണം വിക്രം ലീവിന് പോകുന്നതിന് മുമ്പ് അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് നേഹയോട് പിണങ്ങിയിട്ടാണല്ലോ പോയത്. അത് അവർ അറിഞ്ഞു. അതുകൊണ്ട് അവനും ഇപ്പോൾ സംശയിക്കുന്നവരുടെ പട്ടികയിലാണ്. അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ ചോദ്യം ചെയ്യാൻ നിന്നെ വിളിപ്പിക്കും, അപ്പോൾ വരണം എന്ന് പറഞ്ഞ് അഭിലാഷ് പുറത്തേക്ക് പോകുന്നു. വിക്രമിന്റെ ഗേൾ ഫ്രണ്ടാണ് നേഹ എന്ന് വിശ്വസാറിന് അറിയാം. അതുകൊണ്ട് ഈ കേസ് അവനെ ഏൽപ്പിച്ചാൽ അവൻ ഇന്റലിജന്റ് ആയിട്ടല്ല ഇമോഷണൽ ആയിട്ടായിരിക്കും അന്വേഷിക്കുക എന്ന് വിശ്വസാറിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കേസ് അവനെ ഏൽപ്പിക്കാത്തത്. പക്ഷെ വിക്രം സാറിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് രാത്രിയിൽ നേഹയുടെ വീടിനടുത്ത് വെച്ച് വിക്രം രോഹിത്തിനെ കാണുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വിക്രം ചോദിച്ചപ്പോൾ നേഹയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് ഓഫീസിൽ വിളിച്ചപ്പോൾ ഷിൻഡയാണ് കാര്യം പറഞ്ഞത്. തലേന്ന് രാത്രിയിലും ക്യാഷ്വലായിട്ടാണ് ഫോണിൽ എന്നോട് സംസാരിച്ചതെന്ന് രോഹിത് പറയുന്നു. അപ്പോൾ വിക്രം 2 ദിവസം മുമ്പ് വരെ ഞങ്ങൾ സംസാരിച്ചതാണ്. അപ്പോഴും പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ അതിനുശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് നേഹയുടെ വീട്ടിൽ കയറി പരിശോധിക്കണമെന്ന് വിക്രം പറയുന്നു. പക്ഷെ വീടിന്റെ മുൻഭാഗത്ത് റോഡിൽ പോലീസുകാർ കാവലുണ്ടായിരുന്നു. രോഹിത് നേരെ അവരുടെ അടുത്തുനിന്ന് സംസാരിക്കുന്നു. ആ ഗ്യാപ്പിൽ വിക്രം നേഹയുടെ വീടിന്റെ അകത്തേക്ക് ചെല്ലുന്നു. അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ഏതോ ഒരു പെർഫ്യൂമിന്റെ മണം കിട്ടുന്നുണ്ട്. പക്ഷെ വേറെ തെളിവുകളൊന്നും കിട്ടുന്നില്ല. പിറ്റേ ദിവസം വിക്രം രോഹിത്തിനോട് ഫോറൻസിക് ഓഫീസിൽ വെച്ച് സംസാരിക്കുകയാണ്. ആ വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയതിന്റെ യാതൊരു ലക്ഷണവുമില്ല. പക്ഷെ അവിടെ ആരും വന്നിട്ടുണ്ട്. കാരണം എനിക്ക് അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള അത്തറിന്റെ ഗന്ധം കിട്ടിയെന്ന് വിക്രം പറഞ്ഞപ്പോൾ അത് ഇൻവെസ്റ്റിഗേഷന് കയറി പോലീസുകാരുടെ ആരെങ്കിലും ആയിക്കൂടെ എന്ന് രോഹിത് ചോദിക്കുന്നു. വിക്രം അതിന് മറുപടി പറയാതെ നേഹയുടെ കോൾ ലിസ്റ്റ് എടുക്കണമെന്ന് രോഹിത്തിനോട് പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന നേഹയുടെ അമ്മയോട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അവളെ എന്ത് വില കൊടുത്തും കണ്ടുപിടിക്കുമെന്ന് വാക്ക് കൊടുക്കുന്നു. വിക്രമായിട്ടുള്ള നേഹയുടെ ബന്ധത്തിന് അമ്മ എതിരായിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അതിനുശേഷം ഷിൻഡയെ കണ്ട് വിക്രം നേഹ അവസാനം 3 മാസമായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്ന കേസുകളുടെ ഡീറ്റെയിൽസ് അവന് വേണമെന്ന് പറയുന്നു. ഷിൻഡെ അവനത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രമും രോഹിത്തും ആ ഫയലുകളെല്ലാം അവിടെ ഇരുന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു ഫയൽ എടുത്ത് വിക്രം രോഹിത്തിന് കൊടുക്കുന്നു. അത് പ്രീതി എന്നൊരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് ആയിരുന്നു. ഈ പ്രീതിയാണ് 2 മാസങ്ങൾക്ക് മുമ്പ് റോഡ് സൈഡിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം കാണാതായില്ലേ ഇൻസ്പെക്ടർ ഇബ്രാഹിമിന് സസ്പെൻഷൻ മേടിച്ചു കൊടുത്ത കേസ്. അതേ കേസിലെ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മിസ്സിംഗും നേഹയുടെ മിസ്സിംഗും തമ്മിൽ കുറച്ച് സാമ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം പ്രീതിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ കണ്ട് സംസാരിക്കുന്നു. അയാൾ വിക്രമിനോട് 3 ദിവസം മുമ്പാണ് അവസാനമായിട്ട് നേഹ അയാളോട് സംസാരിക്കുന്നത്. അതിൽ പ്രീതി എന്നൊരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയിട്ടുണ്ട്, അത് കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം അവളെ കാണാതായി എന്ന് പറയുന്നു. അപ്പോൾ വിക്രം പ്രീതിയുടെ മിസ്സിംഗ് കേസിലെ ക്രൈം സീനിൽ നിന്നും എന്തെങ്കിലും കിട്ടിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ കിട്ടി എന്ന് പറഞ്ഞ് ഒരു കോട്ടൺ, ഒരു ചെറിയ പഞ്ഞിക്കഷ്ണം എടുത്തു കൊടുക്കുന്നു. അതുപോലെ കാറിനടുത്ത് റോഡിൽ ഒരു ചെറിയ നീഡിൽ ഉണ്ടായിരുന്നു. അത് ഫോറൻസിക്കൽ ഐസി പരിശോധിച്ചപ്പോൾ അതിൽ പ്രീതിയുടെ ബ്ലഡോ DNA ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. വിക്രം ആ പഞ്ഞി എടുത്ത് മണത്തു നോക്കിയപ്പോൾ ആ പഞ്ഞിക്ക് കഴിഞ്ഞ ദിവസം നേഹയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവന് കിട്ടിയ അത്തറിന്റെ അതേ മണമായിരുന്നു. വിക്രം നേരെ വിശ്വസാറിന്റെ അടുത്ത് ചെന്ന് പ്രീതിയുടെ മിസ്സിംഗ് കേസ് അവനെ ഏൽപ്പിക്കാൻ പറയുന്നു. പ്രീതിയുടെ അച്ഛനും വിശ്വസാറും സുഹൃത്തുക്കളാണെന്ന് നമ്മൾ ആദ്യം കണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടെ ആ കേസ് വിക്രത്തിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം അവൻ രോഹിത്തിനോട് എന്റെ സെൻസസ് എന്നെ ചതിക്കില്ല രോഹിത്, പ്രീതിയെ തട്ടിക്കൊണ്ടുപോയി തന്നെയാണ് രാത്രി നേഹയുടെ വീട്ടിൽ എത്തിയത് എന്ന് പറയുന്നു. അതിനുശേഷം പ്രീതിയുടെ മിസ്സിംഗ് കേസ് സംബന്ധിക്കുന്ന എല്ലാ ഫയലുകളും എനിക്ക് കിട്ടണം, അത് പഠിച്ചിട്ട് നമുക്ക് എവിടെ നിന്ന് ആരംഭിക്കാം എന്ന് തീരുമാനിക്കാം എന്ന് പറയുന്നു. പിന്നീട് വിക്രമും രോഹിത്തും സസ്പെൻഷനിലുള്ള ഇൻസ്പെക്ടർ ഇബ്രാഹിമിനെ കാണാൻ ചെല്ലുന്നു. അയാൾ ഒരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളോട് ആ മിസ്സിംഗ് കേസിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിക്രം ഇബ്രാഹിമിനെയും കൂട്ടി അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴി ഒരു മെക്കാനിക് ഷോപ്പിനടുത്ത് എത്തിയപ്പോൾ ഇബ്രാഹിം അവിടെ നിന്ന് വണ്ടി നിർത്താൻ പറയുന്നു. അയാളുടെ കേടായ സ്കൂട്ടർ അവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വണ്ടി നിർത്തി ഇറങ്ങി ഇബ്രാഹിം നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെന്നിട്ട് ഫഹദ് എന്റെ സ്കൂട്ടർ റെഡിയായോ എന്ന് ചോദിച്ചപ്പോൾ മെക്കാനിക് ഫഹദ് റെഡിയായിട്ടുണ്ട്, എടുത്തോളം പറയുന്നു. ഇബ്രാഹിം ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്നപ്പോൾ വിക്രം രോഹിത്തിനോട് അയാളുടെ കൂടെ സ്കൂട്ടറിൽ വാ എന്ന് പറഞ്ഞ് വിക്രം ജീപ്പ് ഓടിച്ച് ഇബ്രാഹിമിന്റെ പുറകെ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ആ മിസ്സിംഗ് കേസിനെ കുറിച്ച് നീ എന്തെങ്കിലും പറയാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന് വിക്രം ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് ഇബ്രാഹിം പറയുന്നു. ശരി എങ്കിൽ ഞാൻ നിന്റെ വീടൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വിക്രം അകത്ത് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പുറകെ ഇബ്രാഹിം എഴുന്നേറ്റെങ്കിലും അയാളോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് വിക്രം അകത്ത് മുറിയിൽ ചെന്ന് അവിടെയുള്ള ഒരു മേശയുടെ ഡ്രോയർ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ചെറിയ അത്തർ കുപ്പി. വിക്രം അതെടുത്ത് മണത്തു നോക്കുന്നു. പുറകെ രോഹിത് അങ്ങോട്ട് വന്നപ്പോൾ ഇത് ആ അത്തറല്ല എന്ന അർത്ഥത്തിൽ വിക്രം തലയാട്ടുന്നു. പോലീസ് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ എല്ലാവരും സംശയിക്കും, അത് സ്വന്തം സഹപ്രവർത്തനാണെങ്കിൽ പോലും. പിന്നീട് വീടിന് പുറത്തു വന്ന് ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ സഹായിക്കില്ല എന്ന് വിക്രം ചോദിച്ചപ്പോൾ ഇബ്രാഹിം അത് സമ്മതിക്കുന്നു. അങ്ങനെ ഇബ്രാഹിമിന് കൈ കൊടുത്തിട്ട് വിക്രം അവിടെ നിന്നും പോകുന്നു. പോകുന്ന വഴി രോഹിത് വിക്രമിനോട് സംശയിക്കാവുന്ന എന്തെങ്കിലും ക്ലൂ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ വിക്രം ഇബ്രാഹിം കണ്ടു എന്ന് പറയുന്ന നീലക്കാർ വേറെ ആരും കണ്ടിട്ടില്ല. ടോൾ ബൂത്തിൽ
വഴിയിലുള്ളവരോ വഴിയിൽ കച്ചവടം ചെയ്യുന്നവരോ എന്തിന് CCTVയിൽ പോലും അങ്ങനെ ഒരു കാർ പതിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് പാട പോലെയുള്ള ഒരു കോട്ടിംഗ് അവൻ പൊളിച്ചെടുക്കുന്നു. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ ഇബ്രാഹിമിന്റെ ഫിംഗർ പ്രിന്റ് അതിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇബ്രാഹിം വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റിയും എടുത്ത് രണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ വിക്രം രോഹിത്തിനോട് പറയുന്നു. അതിനുശേഷം അവർ പ്രീതി പഠിച്ചിരുന്ന കോളേജിലെത്തി പ്രീതിയുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്യുന്നു. അതിൽ അജയ് എന്ന ഒരുത്തൻ അവനും പ്രീതിയും മറ്റു കൂട്ടുകാരും ചേർന്ന് അവളെ കാണാതാവുന്നതിന്റെ തലേന്ന് രാത്രി ഒരു പബ്ബിൽ പോയിരുന്നു എന്ന് പറയുന്നു. മറ്റൊരു പെൺകുട്ടിയോട് പ്രീതിയെ ഉപദ്രവിക്കാൻ പാകത്തിന് ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കുറച്ചു നാളുകളായിട്ട് ചന്ദ്രമൗലി എന്ന സാറിനും പ്രീതിക്കും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു. വിക്രം അയാളെ ചോദ്യം ചെയ്തപ്പോൾ പ്രീതി ഇട്ടിരുന്ന ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ, അവളെപ്പോഴും ആൺകുട്ടികളുടെ എല്ലാം ഒപ്പം കറങ്ങി നടക്കുകയാണ് എന്നൊക്കെയുള്ള പഴഞ്ചൻ ക്ലീഷേ ഡയലോഗുകൾ പറയുന്നു. ഇവരൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച് വിക്രം അയാൾക്ക് കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, ബൈക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അയാളുടെയും പ്രീതിയുടെ മറ്റു സുഹൃത്തുക്കളുടെ എല്ലാം DNA സാമ്പിളുകൾ എടുത്തിട്ട് അവർ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് വിക്രം രോഹിത്തിനോട് ആ അധ്യാപകൻ ചന്ദ്രമൗലിയെ ഒഴിവാക്കിയേക്ക്, അയാൾക്ക് തട്ടിക്കൊണ്ടുപോകാനുള്ള ധൈര്യമൊന്നുമില്ല, പക്ഷെ ആ കുട്ടികൾ പബ്ബിൽ പോയ കാര്യം ഒന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ജീപ്പിന്റെ കണ്ണാടിയിൽ കൂടി നോക്കിയപ്പോൾ അഭിലാഷ് അവരെ ഫോളോ ചെയ്ത് വരുന്നത് കണ്ട് ഒരു സ്ഥലത്ത് ജീപ്പ് നിർത്തി ഇറങ്ങി വിക്രം അഭിലാഷിന്റെ അടുത്ത് നിന്ന് നീ എന്തിനാണ് വെറുതെ എന്റെ പുറകെ നടന്ന് സമയം കളയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിന്നെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും എന്ന് അഭിലാഷ് പറയുന്നു. അവൻ ഇപ്പോഴും വിക്രമിന് തന്നെയാണ് സംശയം. ഓൾറെഡി അഭിലാഷിന് വിക്രത്തിന് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവൻ മാക്സിമം മുതലെടുക്കുകയാണ്. അവിടെ നിന്ന് വിക്രമും രോഹിത്തും പ്രീതിയുടെ വീട്ടിൽ ചെന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നു. പ്രീതിയെ കാണാതായതിന്റെ തലേന്നും പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു വിക്രം ചോദിച്ചത്. അപ്പോൾ അവൾ തലേന്ന് കൂട്ടുകാരോടൊപ്പം പബ്ബിൽ പോയ കാര്യം അച്ഛൻ പറയുന്നു. അപ്പോൾ പ്രീതിയുടെ ഫ്രണ്ട് അജയ് പറഞ്ഞ സത്യമാണ്, അവർ പബ്ബിൽ പോയിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അവൾ സരസ്വതി ഓർഫനേജിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നു. അപ്പോഴാണ് വിക്രം അറിയുന്നത് പ്രീതി അവരുടെ സ്വന്തം മകളല്ല, അവരുടെ അനിയനും ഭാര്യയും പ്രീതിയെ ദത്തെടുത്താണ്. അതിനുശേഷം അവർ അവളെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോയി. പക്ഷെ അവിടെ വെച്ചൊരു ആക്സിഡന്റിൽ അനിയനും ഭാര്യയും മരണപ്പെടുന്നു. അങ്ങനെ പ്രീതി ഇവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഓർഫനേജിൽ നിന്നും തിരിച്ചു വന്ന പ്രീതി കൂട്ടുകാരെ കാണാനാണെന്നും പറഞ്ഞാണ് വൈകുന്നേരം വീട്ടിൽ നിന്ന് കാറും എടുത്ത് ഇറങ്ങുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ആ കാർ ബ്രേക്ക് ഡൗൺ ആയതും ഇബ്രാഹിമിന്റെ ഫോണിൽ നിന്നും അച്ഛനെ വിളിച്ചതും പിന്നീട് പ്രീതിയെ കാണാതായതും. വിക്രം ആ വീടെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം അയൽക്കാരുമായിട്ടൊക്കെ പ്രീതി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അടുത്തുള്ള ഷീല എന്നൊരു സ്ത്രീയുമായിട്ട് അവൾ വളരെ നല്ല അടുപ്പത്തിലായിരുന്നു എന്നറിഞ്ഞ് വിക്രമും രോഹിത്തും അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഷീല ഒരു ആർട്ടിസ്റ്റ് ആണ്. അവളോട് സംസാരിച്ചപ്പോൾ ഷീല ഒരു ഡിവോഴ്സി ആണെന്നും കോളനിയിൽ അധികം ആളുകൾ ആരും അതുകൊണ്ട് അവളോട് സംസാരിക്കാറില്ലെന്നും പക്ഷെ പ്രീതിയുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നെന്നും ഷീല പറയുന്നു. പ്രീതിയെ കാണാതായ ദിവസം നിങ്ങൾ എവിടെയായിരുന്നെന്ന് വിക്രം ചോദിച്ചപ്പോൾ എന്റെ മകളുടെ വിസിറ്റേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മകളുടെയും എക്സ് ഹസ്ബൻഡിന്റെയും ഒപ്പം പുറത്തായിരുന്നെന്ന് ഷീല പറയുന്നു. വിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സായ ഭാര്യയും ഭർത്താവും അവർക്ക് മക്കളുണ്ടെങ്കിൽ നിയമപരമായി അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് മക്കളുടെ ഒപ്പം സമയം ചിലവഴിക്കുന്നതിന് പറയുന്നതാണ്. അതായത് ഭാര്യയും ഭർത്താവും വേറെ പിരിഞ്ഞാലും മക്കളോട് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, മക്കൾക്ക് തിരിച്ചും. അപ്പോൾ കോടതി നിയമപരമായിട്ട് അവർക്ക് തമ്മിൽ കാണുവാൻ വേണ്ടി സമയം അനുവദിക്കും. ആ സമയത്ത് അവർക്ക് തമ്മിൽ കാണാം. അതാണ് വിസിറ്റേഷൻ. പിന്നെ മറ്റുള്ളവർക്ക് ഞാൻ ഭീമമായ തുക കൈപ്പറ്റിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നത്. ചുമ്മാ പറഞ്ഞതാ. എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഥയിലേക്ക് തിരിച്ചു വന്നാൽ വിക്രം ഷീലയോട് ഞങ്ങൾ നിങ്ങളുടെ എക്സ് ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചോട്ടെ, നിങ്ങൾ പുറത്തായിരുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രൊസീജിയർ മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ഷീല സമ്മതിക്കുന്നു. പക്ഷെ അവൾ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടായിരുന്നു. വിക്രം അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവർ എല്ലാവരുടെയും DNA-യും ഫിംഗർ പ്രിന്റും എല്ലാം എടുത്തിട്ട് പ്രീതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം വിക്രം പ്രീതിയുടെ അച്ഛനോട് അമേരിക്കയിൽ വെച്ച് പ്രീതിയുടെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രോപ്പർട്ടീസും പൈസയും എല്ലാം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പ്രീതിക്ക് 18 വയസ്സാകുന്നവരെ ഞാനാണത് നോക്കിയത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് അവളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. വിക്രം ഓക്കെ പറഞ്ഞു പോകുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് രോഹിത്തിനോട് അവരെയും സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറയുന്നു. അതിനുശേഷം അവർ പ്രീതിയെ കാണാതായ സ്ഥലത്തെത്തി പരിശോധിക്കുന്നുണ്ട്. NH-ന്റെ സൈഡിൽ നിന്നും മറ്റൊരു മണ്ണ് റോഡുണ്ട്. ആ ഒരു വഴി മാത്രമാണ് അവിടെ നിന്നും പുറത്തേക്ക് പോകാനുള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നു. അവിടെ ഒരു വലിയ ടയറിന്റെ പാട് കണ്ടിട്ട് അത് ഏതോ ലോറിയുടെ ടയറാണെന്ന് അവർ മനസ്സിലാക്കുന്നു. തിരിച്ച് ഓഫീസിലെത്തിയപ്പോൾ വിക്രം രോഹിത്തിനോട് വൈകിട്ട് നമുക്ക് പ്രീതി പോയിരുന്നു എന്ന് പറയുന്ന ആ പബ്ബ് വരെ പോകാം, സ്വപ്നയും കൂടെ കൂട്ടിക്കോ, അവൾക്കതൊരു ചേഞ്ച് ആവുമെന്ന് പറയുന്നു. അപ്പൊ സ്വപ്നയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. രോഹിത് ഓക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ വൈകിട്ട് വിക്രം ആ പബ്ബിലെത്തുന്നു. അവിടെ രോഹിത്ത് സ്വപ്നയും നേരത്തെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. വിക്രം രോഹിത്തിനെയും കൂട്ടി മറ്റൊരു ഭാഗത്ത് ചെന്നിട്ട് അവിടെയുള്ള ജോലിക്കാരെയും മറ്റാളുകളെയും ശരിക്കും ഒന്ന് വാച്ച് ചെയ്യണമെന്നും പബ്ബിലുള്ള CCTV ക്യാമറയും താഴെ പാർക്കിങ്ങിലുള്ള CCTV ക്യാമറയും ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. അതിനുശേഷം തിരിച്ചു ചെന്ന് രോഹിത് ഒരു ഡ്രിങ്ക് എടുത്തിട്ട് വന്നപ്പോൾ വിക്രം ആ ഡ്രിങ്കുമായി അവിടെ കൗണ്ടറിൽ നിന്നിരുന്ന ഒരു ബാർ അറ്റൻഡറെ കൗണ്ടറിൽ നിന്നും സൈഡിലേക്ക് വിളിച്ചിട്ട് ഞാൻ പോലീസാണ്, ഇവിടെ പ്രീതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞതും ആ അറ്റൻഡർ പെട്ടെന്ന് വിക്രമിനെ പുറകിലേക്ക് തള്ളി വീഴ്ത്തിയിട്ട് അവിടെ നിന്ന് ഓടിക്കളയുന്നു. അത് കണ്ട് രോഹിത് അവന്റെ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. എന്നാൽ പുറത്തെത്തിയപ്പോഴേക്കും അവനൊരു ബൈക്ക് എടുത്ത് സ്പീഡിൽ ഓടിച്ചു പോകുന്നു. അപ്പോഴേക്കും വിക്രം അവന്റെ ജീപ്പ് എടുത്തുകൊണ്ട് വന്നിരുന്നു. രോഹിത്തിനെയും വണ്ടി കയറ്റി അവൻ ആ ബാർ അറ്റൻഡറുടെ പുറകെ പായുന്നു. അവന്റെ ബൈക്കിന് ലൈറ്റും നമ്പർ പ്ലേറ്റും ഒന്നുമില്ല, റോഡിൽ കൂടി പാഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത്
സ്ഥലത്തെത്തിയപ്പോൾ അവൻ ബൈക്ക് ഇട്ടിട്ട് ഓടുന്നു. പുറകെ രോഹിത്തും വിക്രമും. കുറെ ദൂരം ഓടി അവനൊരു കെട്ടിടത്തിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ അവന്റെ ഗ്യാങ് ഉണ്ടായിരുന്നു. അവർ രോഹിത്തിനെയും വിക്രമിനെയും ആക്രമിക്കുന്നു. അവിടെ ഒരു കിടിലൻ ഫൈറ്റ്. അവസാനം ആ ബാർ അറ്റൻഡറെ പൊക്കിയെടുത്ത് താഴേക്ക് ഇട്ടിട്ട് വിക്രം അവന് കുത്തിന് പിടിച്ചിട്ട് എവിടെയാടാ പറയടാ എന്ന് ചോദിച്ചപ്പോൾ അവൻ പേടിച്ച് എന്റെ പോക്കറ്റിലുണ്ടെന്ന് പറയുന്നു. പോക്കറ്റിൽ എന്താടാ എന്ന് ചോദിച്ച് വിക്രം അവന്റെ പോക്കറ്റിൽ തപ്പിയപ്പോൾ അതിലൊരു മയക്കുമരുന്ന് പാക്കറ്റ്. അതുകാരനായിരുന്നു വിക്രം പോലീസുകാരനാണെന്ന് പറഞ്ഞതും അവൻ ഓടിക്കളഞ്ഞത്. അവന് പ്രീതിയുടെ മിസ്സിംഗ് കേസുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. വിക്രം ശരിക്കും നിരാശനായി. എങ്കിലും അവൻ ഫോൺ ചെയ്ത് ആ ബാർ അറ്റൻഡറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറയുന്നു. പിറ്റേ ദിവസം വിക്രമും രോഹിത്തും പ്രീതിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ഒരു പൂജ നടത്തുവാൻ അച്ഛനോട് പറയുന്നു. അതായത് അവളുടെ ഇപ്പോഴത്തെ അച്ഛൻ. എന്നിട്ട് അവരുടെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിക്കാൻ പറഞ്ഞിട്ട് ആ ക്ഷണിച്ച ലിസ്റ്റ് രോഹിത്തിനെ ഏൽപ്പിക്കാൻ പറയുന്നു. അപ്പൊ അതെന്തിനാണെന്ന് പുറത്തു വെച്ച് രോഹിത്ത് വിക്രമിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ കുറ്റവാളി ഒരുപക്ഷെ കുടുംബത്തിൽ തന്നെ ഉള്ളവനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അയാൾ ഇങ്ങനെ ഒരു ക്ഷണം കിട്ടിയാൽ ഈ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയാൽ വരാത്ത ആളുകളെ നമുക്ക് അറിയാൻ പറ്റും എന്ന് വിക്രം പറയുന്നു. അപ്പോൾ ആ കുറ്റവാളി വന്നാലോ എന്ന് രോഹിത് ചോദിച്ചപ്പോൾ അങ്ങനെ വന്നാലും നമുക്ക് ഗുണം ചെയ്യും. കാരണം അവൻ എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് വേണ്ടി ഇവിടെ വിട്ടിട്ട് പോയിരിക്കും എന്ന് വിക്രം പറയുന്നു. എന്നിട്ട് നേഹയുടെ കോൾ ലിസ്റ്റും പബ്ബിലെ CCTV വിഷ്വൽസിന്റെ കാര്യവും എന്തായി എന്ന് ചോദിച്ചപ്പോൾ അത് രണ്ടും റെഡിയാണെന്ന് രോഹിത് പറയുന്നു. അങ്ങനെ പ്രീതിയുടെ വീട്ടിൽ പൂജ നടത്തുകയാണ്. അപ്പോൾ ഹോമകുണ്ടത്തിൽ തീ കത്തിച്ചതും അത് കണ്ട വിക്രം അവിടെ നിന്ന് പതുക്കെ മാറുന്നു. കാരണം തീ കണ്ടാൽ അവന് വീണ്ടും പഴയ ഓർമ്മ വന്ന് അതിന്റെ ട്രോമയിലാവും. അതുകൊണ്ടാണ്. എന്നിട്ട് അവൻ അവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് അയൽക്കാരി ഷീല നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന് ഒന്ന് അവളുടെ വീട് വരെ വരാൻ പറയുന്നു. അങ്ങനെ വിക്രമും രോഹിത്തും മറ്റുള്ളവരും അവളുടെ പുറകെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അവൾ വീടിന്റെ ഉമ്മറത്ത് കിടന്നിരുന്ന ഒരു പേപ്പർ കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഡെഡ് ബോഡി രാജു ഗസ്റ്റ് ഹൗസിന് മുമ്പിലുണ്ട് വിക്രം എന്ന് ഇംഗ്ലീഷിൽ പേന കൊണ്ട് ഈ രീതിയിൽ വരച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും വിക്രം ടെൻഷനായി വിയർത്ത് കുളിച്ച് വേച്ച് അവിടെ നിന്ന് നടന്നു പോകുന്നു. അപ്പോൾ പുറകിൽ അത് പ്രീതിയുടെ ഡെഡ് ബോഡി ആയിരിക്കുമെന്ന് അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ ആരോ ആയിരിക്കില്ല, കാരണം പേപ്പറിൽ വിക്രത്തിന്റെ പേര് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ എന്ന് സംശയം പറയുന്നു. വിക്രത്തിന്റെ ടെൻഷൻ അത് നേഹ ആയിരിക്കുമെന്നാണ്. അത് ആരുടെ ഡെഡ് ബോഡിയാണ് എന്ന സംശയത്തിലാണ് എല്ലാവരും, നമ്മളും. അപ്പോൾ വേച്ച് നടന്ന് വിക്രം പ്രീതിയുടെ വീടിന് മുമ്പിലെത്തുന്നു. അവിടെ അപ്പോൾ ആ ഹോമകുണ്ടം കത്തുന്നുണ്ടായിരുന്നു. അതിൽ തീ കണ്ടതും അവന് പെട്ടെന്ന് ട്രോമ വന്ന് ബോധം കെട്ടി വീഴുന്നു. അപ്പോൾ ഫ്ലാഷ് ബാക്കിൽ വിക്രത്തിന്റെ പഴയ കാലം കാണിക്കുന്നു. അവൻ വീട്ടിൽ അനിയത്തിയോടൊപ്പമാണ് താമസിക്കുന്നത്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അനിയത്തി അവർ ഇന്നും വന്നായിരുന്നു. രാവിലെ ചേട്ടൻ പോയതിനു ശേഷം അവർ പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിക്രം പുറത്തു നിന്ന് അവന്റെ ജോലിക്കാരന്റെ അടുത്ത് പകൽ സമയം അവിടെ പുറത്ത് ആരെങ്കിലും കറങ്ങി നടക്കുന്നത് കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അയാൾ പറയുന്നു. വിക്രം തിരിച്ചകത്തെത്തി അനിയത്തിയോട് നീ ഗുളിക കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അനിയത്തി ടെൻഷനായി ഇത് അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ശരിക്കും കണ്ടതാണെന്ന് പറയുന്നു. പക്ഷെ വിക്രം അവൾക്ക് കഴിക്കാനായി ഗുളിക എടുത്ത് നീട്ടിയതും അനിയത്തി ഞാൻ പറയുന്നത് എന്താ വിശ്വസിക്കാത്തത് എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ മേശപ്പുറത്തിരുന്ന ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കുന്നു. അത് കണ്ടുകൊണ്ട് വിക്രം മയക്കത്തിൽ നിന്നും കണ്ണു തുറക്കുന്നു. അവൻ അപ്പോൾ ഒരു ആശുപത്രിയിലായിരുന്നു. കട്ടിലിൽ നിന്നും ഇറങ്ങി പോകാൻ തുടങ്ങിയതും അഭിലാഷ് മുമ്പിൽ. അവൻ വിക്രത്തിനെ പോകാൻ അനുവദിക്കാതെ നീ എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയുന്നു. അപ്പോൾ വിക്രം അഭിലാഷ് നീ റോങ് ഡയറക്ഷനിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈഗോ മൂലം അത് സമ്മതിക്കാത്ത അഭിലാഷ് വിക്രത്തിന്റെ കോളറിൽ പിടിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ ചെറിയ വഴക്കുണ്ടായപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് വിശ്വസർ അങ്ങോട്ട് വന്ന് അഭിലാഷിനെ വാൺ ചെയ്ത് വിക്രമിനെ രാജു ഗസ്റ്റ് ഹൗസിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് അഭിലാഷിനെ നേഹ മിസ്സിംഗ് കേസിൽ നിന്ന് ഒഴിവാക്കുന്നു. വിക്രം അങ്ങനെ രാജു ഗസ്റ്റ് ഹൗസിന്റെ അടുത്തെത്തി അവിടെയുള്ള പറമ്പിൽ രോഹിത്തും പോലീസുകാരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് കണ്ട് ടെൻഷനായി വിക്രം രോഹിത്തിനോട് സെർച്ചിങ് കുറച്ചുകൂടെ വേഗത്തിൽ നടക്കട്ടെ, അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ബോഡി ആരുടെ ആണെന്ന് പോലും നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫോറൻസിക്കിലേക്ക് പോകുന്നു. അവിടെ ഷീലയുടെ വീട്ടിൽ നിന്നും കിട്ടിയ പേപ്പറിലെ കൈയക്ഷരം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അതൊരു പ്രത്യേക രീതിയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് കൈയക്ഷരം വെച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആരുടെങ്കിലും ഫിംഗർ പ്രിന്റ്സ് ആ പേപ്പറിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഷീലയുടെയും പ്രീതിയുടെ അച്ഛന്റെയും പിന്നെ വിക്രമിന്റെയും മാത്രമേ ഉള്ളൂ, വേറെ ആരുടെയും ഇല്ലെന്ന് പറയുന്നു. കാരണം അവർ ആ പേപ്പർ അവിടെ വെച്ച് എടുത്തായിരുന്നല്ലോ. അങ്ങനെയാണ് അവരുടെ ഫിംഗർ പ്രിന്റ് ആ പേപ്പറിൽ വന്നത്. അതിനുശേഷം അവർ ഷീലയുടെ വീട്ടിൽ ചെന്ന് അവൾക്ക് ആ പേപ്പർ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ച് അവൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിക്രം അവൾ വരച്ചൊരു ചിത്രം ഭിത്തിയിൽ കാണുന്നു. അതൊരു പെൻസിൽ സ്കെച്ച് ആയിരുന്നു. പക്ഷെ അത് വരച്ചിരിക്കുന്ന രീതി ആ പേപ്പറിൽ എഴുതിയിരുന്ന അതേ സ്റ്റൈലിൽ തന്നെയായിരുന്നു. വിക്രം ആ ചിത്രത്തിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോറൻസിക് ഓഫീസിൽ വന്നിട്ട് ആ ചിത്രവും ഷീലയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പേപ്പറിലെ അക്ഷരങ്ങളും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ രണ്ട് സ്റ്റൈലും ഏതാണ്ട് ഒരേപോലെ. അങ്ങനെ അവർ ഷീലയുടെ വീട് സെർച്ച് ചെയ്യുന്നു. പക്ഷെ അവിടെ നിന്ന് അവർക്ക് ഒന്നും തന്നെ കണ്ടു കിട്ടുന്നില്ല. അപ്പൊ എന്തിനാണ് എന്റെ വീട് സെർച്ച് ചെയ്യുന്നതെന്ന് ഷീല ചോദിച്ചപ്പോൾ പ്രീതി ഇവിടെ ഒരുപാട് തവണ വന്നു പോയതല്ലേ, അവളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വിക്രം നുണ പറയുന്നു. എന്നിട്ട് സെർച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പോർച്ചിൽ അവളുടെ കാർ കിടക്കുന്നത് കണ്ട് ആ കാർ അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. അവിടെ നിന്നും പുറത്തിറങ്ങിയതും അവിടെ റോഡ് സൈഡിൽ ഒരു കാർ മൂടിയിട്ടിരിക്കുന്നു. അതാരുടെയാണ്, കഴിഞ്ഞ ദിവസം അത് കണ്ടില്ലെന്ന് വിക്രം ചോദിച്ചപ്പോൾ എന്റെ കാറാണ്, സർവീസിൽ കൊടുത്തിരിക്കുകയായിരുന്നെന്ന് ഷീല മറുപടി പറയുന്നു. അപ്പോൾ മൂടിയിട്ടിരുന്ന അതിന്റെ കവർ മാറ്റി നോക്കിയപ്പോൾ അതൊരു നീല കളർ സ്വിഫ്റ്റ് കാറായിരുന്നു. വിക്രം ഷീലയോട് അതിന്റെ കീ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ആ കാർ തുറന്ന് അകത്തെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഡിക്കി തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഒരു ബോക്സിനുള്ളിൽ കഴിഞ്ഞ ദിവസം ഷീലയുടെ വീട്ടിൽ നിന്നും കിട്ടിയ പേപ്പർ പോലെ അതേ എഴുത്തുകളുള്ള കുറെ പേപ്പറുകൾ. അങ്ങനെ ഷീലയെ അവർ അറസ്റ്റ് ചെയ്യുന്നു.